ബെഡ്മാപ്പ് 2 എന്ന പദ്ധതിയിലൂടെ നാസയുടെ ഗൊദാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററും BASഉം സഹകരിച്ച് സൃഷ്ടിച്ചതാണ് പുതിയ ഡാറ്റ സെറ്റ്. അന്റാർട്ടിക്കയുടെ ഭൂപ്രകൃതിയുടെ ഏറ്റവും കൃത്യമായ ചിത്രമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. 2013 ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോൾ പുതിയ സാറ്റലൈറ്റ് ഡാറ്റയും റഡാർ സർവേകളും ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട്. മഞ്ഞ് നീക്കിയാൽ ഒരു പരന്ന ഭൂമി ആയിരിക്കുമെന്ന സങ്കല്പമായിരിക്കുമല്ലേ നമുക്ക്. പക്ഷേ അങ്ങനെയല്ല. ഉയർന്നും താഴ്ന്നും കാണപ്പെടുന്ന ഒരു അത്ഭുത ലോകം തന്നെ അതിനുള്ളിലുണ്ട്. കടൽ നിരപ്പിന് താഴെ ഏകദേശം 2870 മീറ്റർ ആഴത്തിൽ താഴ്വരകൾ പോലും ഇവിടെയുണ്ട്. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പോയിന്റുകളാണിതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഹിമാലയത്തോട് താരതമ്യപ്പെടുത്താവുന്ന അത്ര ഉയരമുള്ള പർവ്വതങ്ങൾ ഐസിന് കീഴിൽ മറഞ്ഞിരിക്കുന്നു. 400-ലധികം തടാകങ്ങൾ ഇവിടെയുണ്ട് എന്നാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. ഗോണ്ട്വാന എന്ന ആദിമ മഹാഭൂഖണ്ഡത്തിൽ നിന്ന് അന്റാർട്ടിക്ക പൊട്ടിമാറിയ കാലത്താണ് ഈ തടാകങ്ങൾ രൂപപ്പെട്ടത് എന്നാണ് പഠനം. ചില തടാകങ്ങൾക്ക് 10 കിലോമീറ്ററിലധികം നീളം വരും. ചില നദികൾ മുകളിലേക്ക് ഒഴുകുന്നുവെന്ന് പോലും പുതിയ പഠനം വ്യക്തമാക്കുന്നുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണവും ഐസിന്റെ സമ്മർദ്ദവും കാരണമാണത്രേ ഇങ്ങനെ സംഭവിക്കുന്നത്. ശാസ്ത്രജ്ഞർക്ക് മഞ്ഞിനടിയിലെ രഹസ്യങ്ങൾ അറിയാൻ സാധാരണ ഉപകരണങ്ങൾ പോരാ. സാറ്റലൈറ്റ് ഒബ്സർവേഷനുകൾ, എയർക്രാഫ്റ്റ് റഡാറുകൾ, സർഫേസ് മെഷർമെന്റുകൾ തുടങ്ങിയ 3 സൂപ്പർ പവറുകളെ സംയോജിപ്പിച്ചാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. അന്റാർട്ടിക്ക ഒരു കാലത്ത് മഞ്ഞുഭൂമി അല്ലായിരുന്നുവെന്നും പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രദേശമായിരുന്നുവെന്നും നിരവധി വാദങ്ങളുണ്ട്. ഭൂമിയുടെ ചലനം കാരണം തെക്കോട്ട് നീങ്ങി ഐസിന്റെ കിടങ്ങായി മാറി എന്നാണ് പറയപ്പെടുന്നത്.